ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1651. ഇന്ന് ജൂലൈ മാസം 8-ാം തീയതി. ഈ ആണ്ടിലെ 190-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തീയ വിശ്വാസം അത്രയും ലളിതമാണ്. അതോ ഗൗരവബോധത്തോടുകൂടി സമീപിക്കേണ്ട ഒന്നാണ്. വിനോദ രൂപത്തില്, ലാഘവ ഭാവത്തില് അതിനോട് നമ്മൾ കൂട്ടിച്ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ക്രിസ്തു വിശ്വാസമായി, വിശ്വാസ ജീവിതമായി വളരുന്നില്ല, മാറുന്നില്ല. ക്രിസ്തീയ വിശ്വാസം ഏറ്റവും ക്രൂരമായ പ്രഹരം എവിടെ നിന്നാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളതെന്നറിയാമോ? അത് ഈ വിശ്വാസികളിൽ നിന്ന് തന്നെയാണ്. സ്വന്തം താല്പര്യങ്ങൾക്ക് ചേരും വിധം നാം എന്തുമാത്രം അതിനകത്ത് വെള്ളം ചേർത്തിട്ടുണ്ട്. ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കുമുള്ള മാന്ത്രിക പ്രതിവിധി ക്രിസ്തുവാണ്. നാം അഭിമുഖീകരിക്കുന്ന സകല പ്രതിസന്ധികളിൽ ഒന്നും സ്പർശിക്കാത്ത വിധം ക്രിസ്തു നമുക്ക് ചുറ്റും ശക്തമായ പ്രതിരോധ വലയം സൃഷ്ടിച്ച് സംരക്ഷിക്കുമെന്നൊക്കെ നമ്മൾ നമ്മളോടും ലോകത്തോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അവതരിക്കപ്പെട്ട ക്രിസ്തു യഥാർത്ഥത്തിൽ നിന്ന് എത്രയോ അകലെയാണ്. നമ്മുടെ ജീവിതത്തെ സുഗമമാക്കാനുള്ള എളുപ്പ വഴികളൊന്നും യേശു നിർദ്ദേശിച്ചിട്ടില്ല കേട്ടോ. യേശുവിനെ അനുഗമിക്കുന്നത് എല്ലായ്പ്പോഴും ശരിയായ തീരുമാനമാണ്. പക്ഷേ പ്രായോഗികതയിൽ അത് ഒട്ടും ഒരിക്കലും എളുപ്പവുമല്ല. സംഘർഷരഹിതമായ, സമാധാന സംതൃപ്തി നിറഞ്ഞ ഒരു ജീവിതം യേശു ഒരിക്കലും ലോകത്തിന് വാഗ്ദാനം ചെയ്തിട്ടുമില്ല. ദുഃഖങ്ങളും വേദനകളും ജീവിതത്തിൽ അനിവാര്യമാണെന്ന് യേശു ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ക്രിസ്തു യേശു ഇങ്ങനെ പറഞ്ഞത്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 11-ാം അധ്യായത്തില്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവര് എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്തായാലും ക്ലേശങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അവിടെ ആശ്വാസത്തിന് എന്തുമാത്രം അർത്ഥവും ആഴവുമുണ്ട്. കുറെ കൂടി പ്രായോഗിക ബോധത്തിൽ യേശുവിനെ മനസ്സിലാക്കേണ്ടതാണ്. അതിന് ദൈവം തന്നെ നമുക്ക് ദാനമായി നൽകിയ വിവേകവും ബോധവും ബുദ്ധിയും ഒക്കെ നമ്മളൊന്ന് പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അതിനാണ് ഇനി നമ്മൾ ശ്രമിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. ആ വെളിച്ചമേ എന്നിൽ വന്ന് നിറഞ്ഞാലും. ആമേൻ.